ഞങ്ങൾ 1 വീക്ക് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതെല്ലാം ചെറുതായിട്ട് കാ വന്നിട്ടേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ സ്കാർലറ്റ് ബീൻസ്, റണ്ണർ ബീൻസ് എന്ന് പറയും, ഇതിനകത്ത് അത്യാവശ്യം നല്ലതായിട്ട് കാ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പിയാക്കി ഞങ്ങളെ. ബിക്കോസ് ഞങ്ങൾ ഇപ്പോൾ ഒരു 5 ഡേയ്സ് ഇവിടെ ഇല്ലായിരുന്നു. വന്നപ്പോഴത്തേക്കും ഇത്രയും കാ അത്യാവശ്യം വലുതായി തുടങ്ങിയിട്ടുണ്ട്. അത് നിറയെ പൂവുണ്ട്. ഇനി ഈ പൂവെല്ലാം കായാകും. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇതിനെ ഒന്ന് പടർത്തി വിടേണ്ടത് ആവശ്യമുണ്ട്. കാരണം പടർത്തി വിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഇത് അവിടെ തന്നെ അങ്ങ് നിന്ന് മുരടിച്ച് പോകുന്നത് പോലെ ആകും. കാരണം മുകളിലോട്ടുള്ള ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ വിളവെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ബീൻസ് അധികം വിളഞ്ഞിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം നന്നായിട്ട് ബീൻസ് വിളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ശരിക്കും ബീൻസായി. കുറച്ച് കാട് ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബീൻസ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ബീൻസും ഒത്തിരി എടുക്കാം എന്ന് വിചാരിക്കുക. ബീൻസ് ഇവിടെ നന്നായിട്ട് പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗാർലിക്ക് ഇനി ഒരു വീക്കും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ഇന്ന് വിളവെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സ്നോ പീസ് എന്ന് പറയും. ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. സ്നോ പീസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കോണും നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. കോണിനകത്തെല്ലാം പൂ വന്നിട്ടുണ്ട്. കോണിനകത്ത് പൂ വരാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കോണും നട്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സുക്കിനി നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ സുക്കിനിനെ ഒരെണ്ണത്തെ എടുക്കാമെന്ന് വിചാരിക്കുക. ഈ സൈഡിലും ഒരു നല്ല സുക്കിനി ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇന്ന് അത്യാവശ്യം കൊച്ചുള്ളി എടുക്കാറായി. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഗ്രോ ചെയ്തേക്കുന്ന കണ്ടത് ബീട്രൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് സുക്കിനി ഹാർവെസ്റ്റ് ചെയ്യാം അല്ലേ. ഇനി ഇവൻ വളരുമെന്ന് തോന്നുന്നില്ല അല്ലേ. അങ്ങനെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. നമ്മുടെ ഇനിയും സുക്കിനിയുടെ വേറെ കായ അവിടെ വരുന്നുണ്ട്. അയ്യോ, ഇത് കട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണല്ലോ. ഒരു തണ്ടൊക്കെ എടുക്കാം. കറക്റ്റ് മത്തൻ്റെ ഇലയുടെ മണമുണ്ട് കേട്ടോ. ഓ പപ്പ എടുത്തോ. ബ്യൂട്ടിഫുൾ. നമ്മൾ രണ്ടുപേര് ചേർന്ന് പിടിക്കുന്ന ഒരു സുക്കിരി ആയിട്ടുണ്ട് അല്ലേ. ഇത് വിളച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ എടുത്തതാ. കാരണം ഇതായിരിക്കും അടുത്തൊരു സുക്കിനി അവിടെ നിൽപ്പുണ്ട്. അതുകൂടെ എടുക്കാം. ഞങ്ങളുടെ സുക്കിനിയുടെ വിളവെടുപ്പായിരുന്നു. ഇനി അതിനകത്ത് നിൽപ്പുണ്ട്. ഞാനിവിടെ പപ്പായി ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യണം. അതെ, ഓക്കെ. ഇപ്പോഴും മുറ്റിയിട്ടൊന്നുമില്ല. തീരെ എളുപ്പമാണല്ലേ. അകത്തിനൊന്ന് പിടിച്ചിരുന്നെങ്കിൽ പോരും. ആരൊന്നും വെച്ചിട്ടില്ല.
സോ സോഫ്റ്റ്. ഇത് ആയിട്ടില്ല. ഇത് നമുക്കിനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ, വലുതാവാൻ വേണ്ടിയിട്ട്. ഇന്നൊരു തോരന് വേണ്ടിയിട്ടുള്ള തോരനുള്ള കുറച്ചാൽ മതി. കൊച്ചുള്ളി ഇന്ന് വിളവെടുക്കുവാണ്. കൊച്ചുള്ളി ആയി. അതെ, നല്ലതുപോലെ വിളഞ്ഞു അതിൻ്റെ. കാരണം സ്കിന്നെല്ലാം മൂട ഇപ്പോഴത് നന്നായിട്ട് വലിപ്പം വെച്ചേക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അത്രയും വലുതായിട്ടില്ലായിരുന്നു. ബാക്കിയും നമ്മളിന്ന് എടുക്കുമല്ലേ അല്ലേ. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇത് നട്ടിട്ടുണ്ട്, റാഡിഷ് നട്ടായിരുന്നു. റാഡിഷായി തുടങ്ങി. ഇനിയിപ്പം ഇതൊരു വൺ മന്ത് കൊണ്ട് ഇതിനകത്ത് നമുക്കിതിൻ്റെ ഇല തോരൻ വെക്കാനും കൊള്ളാം. അതുപോലെ റാഡിഷ് ഒരു 50 ദിവസം, 1.5 മാസം കൊണ്ട് ആകുമെന്ന് ചിന്തിക്കുന്നു. മണ്ണിരയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഒരു വരി ഇന്ന് എടുക്കുകയാണ്, ബാക്കി നാളത്തേക്ക് വെച്ചേക്കാന്ന് വെച്ചു. ഇന്ന് ഞങ്ങൾക്ക് നമ്മുടെ അത്യാവശ്യം ചുള്ളി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പുഴു തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയിലെല്ലാം ഹോള് വീണ് തുടങ്ങി. ദൂരെ പോവല്ലേ, നമ്മളെ നോക്കി നോക്കി.
പച്ച ബീൻസിൻ്റെ അകത്ത് സീഡ് വലുതായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പച്ച ബീൻസ് ഇന്ന് എടുക്കാമെന്ന് വെച്ചത്. പച്ച ബീൻസ് ഇവിടെ ഇങ്ങനെ സീഡ് വലുതായി തുടങ്ങി പച്ച ബീൻസിൻ്റെ. അതുകൊണ്ട് ഇന്ന് പച്ച ബീൻസ് കുറച്ച് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. പച്ച ബീൻസ് എല്ലാം ആയി മമ്മി. ആ ഇന്ന് ഞങ്ങൾ വിളവെടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഞങ്ങളെ കാത്ത് ഇവിടെ ഒരു വിരുന്നുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുന്നമേ തന്നെ വിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ഇലകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അടുത്തോട്ട് ചെന്നാൽ ഓടിപ്പോകും. പക്ഷേ എന്നാലും ഇവിടുത്തെ മുയലിന് ഒത്തിരി ധൈര്യമുണ്ട്.